മാതാവ് എന്നോട് പറഞ്ഞു, നിന്റെ കല്ലറ ഒരുക്കിക്കോളൂ എന്ന്. പാപ്പ തൻ്റെ കല്ലറയെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിരുന്നത് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് കർദിനാൾ റൊളാണ്ടസ് മക്രിക്കസ് ആയിരുന്നു. 2022 മെയ് 13 ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ദിവസം പാപ്പയുമായി സാന്താ മരിയ മെജോറെ ദേവാലയത്തിലെ വിശുദ്ധ പൗലോസിൻ്റെ ചാപ്പലിൽ നടക്കുന്ന ചില പണികളെക്കുറിച്ച് സംസാരിക്കവേ കർദിനാൾ മക്രിക്കസ് ഫ്രാൻസിസ് പാപ്പയോട് വെറുതെ ഒന്ന് ചോദിച്ചു. പാപ്പയ്ക്ക് ആ ദേവാലയം അത്രയ്ക്കിഷ്ടമുള്ളതുകൊണ്ട് പാപ്പയുടെ കല്ലറ അവിടെ പണിയണമെന്നാണോ ആഗ്രഹമെന്ന്. സാധാരണയായി പാപ്പമാരുടെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നത് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലായതുകൊണ്ട് അവിടെ തന്നെ മതിയാകും എന്നായിരുന്നു പാപ്പ അപ്പോൾ പറഞ്ഞത്. പക്ഷേ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് മെയ് മാസത്തിൽ തന്നെ പാപ്പ കർദിനാളിനെ വിളിച്ചു പറഞ്ഞു, തന്നോട് സാന്താ മരിയ മെജോറെ ദേവാലയത്തിൽ കല്ലറ ഒരുക്കാൻ മാതാവ് നിർദ്ദേശിച്ചു എന്ന കാര്യം. പരിശുദ്ധ അമ്മ തന്നെ മറന്നില്ല എന്നതിൽ താൻ വളരെ സന്തോഷവാനാണെന്നും കല്ലറയ്ക്കായി സെയിൻറ്റ് മേരി മേജർ ദേവാലയത്തിൽ ഒരു സ്ഥലം കണ്ടുപിടിക്കാനും പരിശുദ്ധ പിതാവ് കൂട്ടിച്ചേർത്തു. ഒട്ടും ആഡംബരമില്ലാതെ ലാളിത്യത്തോടെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചായിരിക്കണം കല്ലറ പണിയേണ്ടതെന്ന് പാപ്പ പിന്നീട് കൃത്യമായി പറഞ്ഞു. ഫ്രാൻസിസ്കുസ് എന്ന പേര് മാത്രം കല്ലറയിൽ മതിയെന്നും തൻ്റെ ഔദ്യോഗിക മാലയിലെ കുരിശ് അവിടെ പ്രതിഷ്ഠിക്കാനും പറഞ്ഞു. പക്ഷേ മെയിൻ ചാപ്പലിൽ ആകരുത് തൻ്റെ കല്ലറ എന്ന നിർബന്ധം പാപ്പയ്ക്കുണ്ടായിരുന്നു. കാരണം ചാപ്പൽ ആരാധനയ്ക്കും ദേവാലയ കർമ്മങ്ങൾക്കും സാലുസ് പോപ്പുലി റൊമാനെ എന്ന മാതാവിൻ്റെ അത്ഭുത ചിത്രത്തിൻ്റെ ദർശനത്തിനും വേണ്ടി ഉള്ളതാണ്. അതിനായി വരുന്നവരുടെ ശ്രദ്ധ തൻ്റെ കല്ലറയിലേക്ക് പോകരുത് എന്ന ദീർഘവീക്ഷണം പാപ്പയ്ക്കുണ്ടായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിലുള്ള അൾത്താരയുടെ തൊട്ടടുത്താണ് തൻ്റെ അന്ത്യവിശ്രമത്തിനായി പാപ്പ തിരഞ്ഞെടുത്ത സ്ഥലം. 126ഓളം യാത്രകളാണ് 12 വർഷത്തിനിടയിൽ ഫ്രാൻസിസ് പാപ്പ സാന്താ മരിയ മെജോറെ ദേവാലയത്തിലേക്ക് നടത്തിയിട്ടുള്ളത്. കർദിനാൾ ആയിരിക്കുമ്പോഴേ വത്തിക്കാനിൽ പോകുമ്പോഴൊക്കെ മാതാവിൻ്റെ അത്ഭുത ചിത്രം വണങ്ങാനും പോകുമായിരുന്നു. അത് പത്രോസിൻ്റെ പിൻഗാമിയായപ്പോഴും തുടർന്നു. സ്ഥിരമായുള്ള പേപ്പൽ ആചാരം ആയിരുന്നില്ല അത്, പോപ്പ് ഫ്രാൻസിസിൻ്റെ ആചാരമായിരുന്നു. പാപ്പ അംഗമായിട്ടുള്ള ഈശോ സഭയുടെ സ്ഥാപകൻ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള 1538 തൻ്റെ ആദ്യ ക്രിസ്മസ് കുർബാന അർപ്പിച്ചത് അവിടെയായിരുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ആ ദേവാലയത്തിന്. റോമിലെ 4 ബസിലിക്കകളിൽ അത് മാത്രമാണ് പരിശുദ്ധ അമ്മയുടെ പേരിലുള്ളത്. പോപ്പായി കഴിഞ്ഞ് ഫ്രാൻസിസ് പാപ്പ ആദ്യ ദിവസം തന്നെ സെയിൻറ്റ് മേരി മേജർ ബസിലിക്ക സന്ദർശിച്ചു. പിയൂസ് 5 പാപ്പയുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചു. തൻ്റെ ഓരോ അപ്പസ്തോലിക യാത്രയ്ക്ക് മുൻപും ശേഷവും പാപ്പ റോമൻ ജനതയുടെ സംരക്ഷക എന്നർത്ഥം വരുന്ന സാലുസ് പോപ്പുലി റൊമാനയുടെ മുൻപിൽ പോയി പ്രാർത്ഥിച്ചു. കോവിഡ് കാലഘട്ടത്തിൽ ചിത്രത്തെ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിച്ചിരുന്നു. 23 മാർച്ച് 2025 ജെമലി ആശുപത്രി വിട്ട അന്നു തന്നെ കർദിനാൾ മക്രിക്കസിൻ്റെ കയ്യിൽ മഞ്ഞപ്പൂക്കളുള്ള ഒരു ബൊക്കെ സാന്താ മരിയ മെജോറെ ബസിലിക്കയിലെ മാതാവിന് നൽകാനായി പാപ്പ കൊടുത്തുവിട്ടു. അവസാനമായി പാപ്പ അവിടം സന്ദർശിച്ചത് ഏപ്രിൽ 12, 2025 ഇപ്പോൾ തൻ്റെ ശുശ്രൂഷാ നിർവഹണത്തിൻ്റെ അവസാനത്തിൽ, ജീവിതയാത്രയുടെ അവസാനത്തിൽ സാന്താ മരിയ മെജോറയിൽ തന്നെ പ്രിയ പാപ്പ എത്തിച്ചേർന്നു എന്നത് എത്ര മനോഹരമാണ്.